കാസർഗോഡ് പ്രവർത്തിച്ചു വരുന്ന പണമിടപാട് സ്ഥാപന രജിസ്ട്രേഷന് ഉപയോഗിച്ച തന്റെ പേര് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്ന പരാതിയുമായി യുവാവ് രംഗത്ത്. ജനാശ കാരവൽ മിഷൻ നിധി ലിമിറ്റഡ് എന്ന ഫിനാൻസ് സ്ഥാപനത്തിനെതിരെ പള്ളിക്കര മഠം സ്വദേശിയായ നിതേഷാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് യാതൊരു ബാധ്യതയും ഇല്ലെന്നും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നിതേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭീമ ജ്വല്ലറി, ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ലക്നൗ ആസ്ഥാനമായ ജനാശ കാരവൽ മിഷൻ നിധി ലിമിറ്റഡ് കാസർഗോഡ് തുടങ്ങുന്ന വേളയിലാണ് രജിസ്ട്രേഷനായി നിതേഷിന്റെ പേര് ഉപയോഗിച്ചത്. തുടർന്ന് നിതേഷ് ഈ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫായി ജോലി ചെയ്തു വന്നിരുന്നു. 2024 നവംബർ മാസം മുതൽ മറ്റൊരു ജോലി ലഭിച്ചതിനാൽ ബാംഗ്ലൂരിലേക്ക് പോയി. ഇക്കാര്യം മെയിൽ വഴിയും വാട്സാപ്പ് വഴിയും സ്ഥാപനത്തെ അറിയിച്ചു. ഈ സ്ഥാപനത്തിന്റെ തന്റെ പേരിലുള്ള രജിസ്ട്രേഷൻ മാറ്റുവാൻ സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടെങ്കിലും ചെയ്തില്ല. ഇതിനുശേഷം ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥാപനവുമായി ബന്ധപ്പെടുമ്പോൾ രജിസ്ട്രേഷൻ മാറ്റാം എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നിയമ നടപടിയുമായി ഇനിയും മുന്നോട്ട് നീങ്ങുകയാണെന്നും ഈ കാലയളവിൽ സ്ഥാപനം തകരുകയോ മറ്റോ ചെയ്താൽ തനിക്ക് ഇതിന്റെ യാതൊരു ബാധ്യതയും ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്നും സ്ഥാപനത്തിൽ തനിക്ക് പങ്കാളിത്തമില്ലെന്നും നിതേഷ് അറിയിച്ചു. ഇവരെ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഇവരെ പേരിലായിരുന്നു രജിസ്ട്രേഷൻ ചെയ്തിട്ട് സ്ഥാപനം മുമ്പോട്ട് നീങ്ങിയത്. ഇപ്പോൾ ഇയാളെ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. കാരണം വേറൊരു ജോലി സംബന്ധമായിട്ട് ഇയാൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇയാൾ ഈ ജോലി ഇവിടുന്ന് റിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ കമ്പനി, ഇപ്പോൾ ഇയാളുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കമ്പനി, നിങ്ങൾ ആ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണം. എന്നിട്ട് നിങ്ങളിപ്പോൾ ഉള്ള ആൾക്കാരുടെ പേരിൽ ആരുടെങ്കിലും പേരിൽ ചെയ്യണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം. പക്ഷേ ഏകദേശം ഒരു 4-5 മാസക്കാലമായിട്ട് ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ അവർ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അത് സംബന്ധിച്ച് അവർ ഈ കമ്പനിയുമായിട്ട് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു. അത് നടക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. ബേക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ സ്റ്റേഷനിൽ നിന്നും ഇവർ ഈ സ്ഥാപനമായിട്ട് അന്വേഷിക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ മാറ്റിത്തരാം എന്ന് പറയുന്നതല്ലാതെ ഈ കാലയളവിലായിട്ട് അത് മാറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഇയാൾക്കത് ബാധിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഇയാൾ കംപ്ലയിൻറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇപ്പം നമുക്കുള്ള ആവശ്യം, ഇയാൾക്കുള്ള ആവശ്യം ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ഇയാളെ പേരിലുള്ള രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുക. നിതേഷിനൊപ്പം സഹോദരൻ ആർ കിരൺ രാജ്, പ്രദീപ് കൂട്ടക്കനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.